നമസ്കാരം, ഞാൻ ഷെഫ് ജോഷി ഹോട്ടൽ സീപോർട്ടിലെ സ്പെഷ്യലിസ്റ്റ് പുതിയ ഡിഷുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഡിഷ് എന്ന് പറയുന്നത് ഫിഷ് ഉലർത്ത് എന്ന് പറയുന്നൊരു ഡിഷാണ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഡ്രൈ ഡിഷാണ്. ഇപ്പം നമ്മൾ അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എടുക്കുകയാണ്. ഫിഷ് ചെറിയ ക്യൂബ്സ് ആക്കിയ ഫിഷുകൾ അതിലേക്ക് ആഡ് ചെയ്തു. അതിലേക്ക് നമ്മൾ കുറച്ച് ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നു, കുറച്ച് അതിനാവശ്യമായ സാൾട്ട്, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരൽപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരൽപ്പം ലൈം ജ്യൂസ്, കുറച്ച് പെപ്പർ. ഇത് ഒരു മിശ്രിതമാക്കിയിട്ട് നമ്മളത് ബാറ്ററിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ആദ്യമേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ബാറ്ററായിട്ടുണ്ട്. നമ്മളിതിൽ ഒരു ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാൻ കൊടുക്കുകയാണ്. ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് ഗാർലിക്കും റെഡ് ചില്ലിയും കൂടെ ക്രഷ് ചെയ്ത ഒരു ഡിഷാണ്. ക്രഷ് ചെയ്തതാണിത്. അതിനോട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ക്രഷ്ഡ് ജിഞ്ചർ, കറി ലീഫ്, ഗ്രീൻ ചില്ലി, പെപ്പർ, കൊറിയാൻഡർ പൗഡർ, ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, ലൈം ജ്യൂസ്. ഇത്രയും സാധനങ്ങളാണ് മെയിനായിട്ട്, ഓനിയൻ ഉള്ള മെയിൻ സാധനങ്ങളാണ് നമ്മളിതിലേക്ക് ഉപയോഗിക്കുന്നത്. അതുമായിട്ട് നമ്മളിവിടെ പാൻ ചൂടാക്കുകയാണ്. അതിലേക്ക് നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. കോക്കനട്ട് ഓയിലാണ്, ഇതൊരു കേരള ഡിഷ് ആയതുകൊണ്ടാണ്. ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഉപയോഗിക്കുന്ന, കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്നവർക്ക് പാടാണെന്നുണ്ടെങ്കിൽ ഈ ഡിഷുകളെല്ലാം നമുക്ക് സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കാം. അതിലേക്ക് അല്പം മസ്റ്റാർഡ് സീഡ് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ ഓനിയൻ ആഡ് ചെയ്യുകയാണ്. അതിലേക്ക് ഒരല്പം ക്രഷ്ഡ് ജിഞ്ചറും ആഡ് ചെയ്ത് കൊടുക്കാം. അല്പം ക്രഷ്ഡ് ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്തുകൊണ്ട് അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറി ലീഫ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് സോട്ട് ചെയ്യണം. സോ ഓൾമോസ്റ്റ് ഒരു 75% വെൽഡൺ ആയി കഴിയുമ്പോഴാണ് നമ്മൾ ആ റെഡ് ചില്ലിയും ഗാർലിക്കും കൂടെ ക്രഷ് ചെയ്ത മിശ്രിതം നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ആ ഗാർലിക്കിൻ്റെ ഫ്ലേവറും ആ റെഡ് ചില്ലിയുടെ ടേസ്റ്റ് കൂടി ആയി കഴിയുമ്പോഴത്തേക്കാണ് ഈ ഡിഷിൻ്റെ ഒരു മെയിൻ ടേസ്റ്റ് എന്നറിയപ്പെടുന്നത്. നമുക്കതിലേക്ക് നമ്മൾ പറഞ്ഞ ആ മിശ്രിതത്തിലേക്ക് ആഡ് ചെയ്യും. ഗാർലിക്കും റെഡ് ചില്ലിയും കൂടെ ക്രഷ് ചെയ്തത് ഒരല്പം ഓയിലൂടെ അതിലേക്ക് ആഡ് ചെയ്യും. അതിലേക്ക് ഒരല്പം പെപ്പർ, ക്രഷ് ചെയ്ത പെപ്പർ അതിലേക്ക് അല്പം ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. സ്പൈസി എത്രത്തോളം വേണോ അത്രത്തോളം മാത്രം ഇട്ടാൽ മതി. അതിനാവശ്യമായ സാൾട്ട് നമുക്ക് കൊടുക്കാം. മുമ്പേ നമ്മൾ ബാറ്ററിൽ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷാണിത്. ഞാൻ ബാറ്ററിട്ട് ഫ്രൈ ചെയ്ത ഫിഷാണിത്. നമുക്കിത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരല്പം ലൈം ജ്യൂസ് കൂടെ നമുക്കതിലേക്ക് ആഡ് ചെയ്യാം. ഒരു പുളി എരിവും കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോമ്പിനേഷൻ കറക്റ്റ് ആവുള്ളൂ. അല്പം ടൊമാറ്റോ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ടൊമാറ്റോ വെറുതെ ഇങ്ങനെ ഇട്ടാൽ മതി, അതിൻ്റെ ആവശ്യത്തിനുള്ള ആ ഒരു ഇതാവത്തുള്ളൂ. നമുക്കിതൊരു നല്ല പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നമ്മുടെ ഫിഷ് ഉലർത്ത് തയ്യാറായിരിക്കുകയാണ്. ഇത് ഹോട്ടൽ സീപോർട്ടിൽ മെയിനായിട്ടും നമ്മുടെ ഒരു മെയിൻ ഡിഷാണ്. ഇത് എല്ലാവരും ഹോട്ടൽ സീപോർട്ടിൽ വന്ന് കഴിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇതുപോലുള്ള മെയിൻ ഫേമസ് ഡിഷുകൾ നമുക്ക് സംടൈംസേ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ടേസ്റ്റ് ചെയ്യാനായിട്ട് ഓൾവേസ് വെൽക്കം. ഇതിൻ്റെ പേരാണ് ഫിഷ് ഉലർത്ത്.